السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله. أما بعد. അത്യധികം ആദരണീയരായ ഉസ്താദുമാർ, എന്നെ കേൾക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സാമൂഹികപരമായും രാഷ്ട്രീയപരമായും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയം. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നത് കേവലം മുദ്രാവാക്യം വിളികളോ പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അല്ല. അത് ഒരു സമൂഹത്തിന്റെ കണ്ണാടിയാണ്. ചെറുപ്പത്തിൽ തന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിനു പരിഹാരം കണ്ടെത്താനും നേതൃത്വ പാഠവം വളർത്തിയെടുക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു. ജനാധിപത്യത്തിന്റെ ആദ്യ പാഠങ്ങൾ നാം പഠിക്കുന്നത് കലാലയങ്ങളിലെ രാഷ്ട്രീയ സേവന പ്രവർത്തനങ്ങളിലൂടെയാണ്. ക്ലാസ് മുറികളിൽ പഠിക്കുന്ന വിഷയങ്ങൾക്കപ്പുറം സമൂഹത്തിൽ നടക്കുന്നതായ അനീതികൾ, സാമ്പത്തിക അസമത്വങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം നേടാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം സഹായകമാകുന്നു. നമ്മുടെ കലാലയങ്ങൾ ഒരു ചെറിയ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നടക്കുന്ന സംവാദങ്ങളും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ചെറിയ പതിപ്പാണ്. ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് പഠിക്കാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും വിദ്യാർത്ഥി രാഷ്ട്രീയം അവസരം നൽകുന്നു. വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കാനും അതിനോ പരിഹാരം കണ്ടെത്താനും നമുക്ക് സാധിക്കുന്നു. എന്റെ നിലപാടാണ് ശരി എന്ന വാശി ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി നാം മാനിക്കണം. അതിനോ സഹായകമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം. ചിലർക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ടാകാം. അനീതികളും അക്രമങ്ങളും കലഹങ്ങളും ഇതിനു കാരണമായേക്കാം. എന്നാൽ അരാഷ്ട്രീയത ഒരിക്കലും ഒരു പരിഹാരക്രിയയല്ല. മറിച്ച് ക്രിയാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തെ മെച്ചപ്പെടുത്താൻ കഴിയൂ. ഇതൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ നല്ല വശങ്ങളാണെങ്കിൽ അതിനൊരു മറുമുഖമുണ്ട്. അഴിമതികളും ചൂഷണങ്ങളും പഠനത്തിൽ ശ്രദ്ധക്കുറവ്, രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാനുള്ള പ്രവണത എന്നിവയൊക്കെ അടങ്ങുന്ന ദോഷവശങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്നത് യുവതലമുറയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ആ യുവതലമുറയെ ശരിയായ ദിശാബോധത്തോടെ നയിക്കുകയും വ്യക്തിത്വ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ക്രിയാത്മകമായ രാഷ്ട്രീയ സംസ്കാരത്തിലൂടെ മാത്രമേ നമുക്ക്
നമ്മുടെ സമൂഹത്തെ മെച്ചപ്പെടുത്താൻ കഴിയൂ. അതിനാൽ അരാഷ്ട്രീയവാദികളാകാതെ ഒരു നല്ല രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈരവും വിഭജനവും സൃഷ്ടിക്കുന്നതിനല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം, മറിച്ച് വിജ്ഞാനം, സഹകരണം, സാമൂഹിക ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായിരിക്കണം വിദ്യാർത്ഥി